കുറച്ച് വിശേഷങ്ങളൊക്കെ അതിനിമ്പമുള്ളതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വഴിയെ പറയാം. പലരും എന്നോട് സജസ്റ്റ് ചെയ്ത കാര്യമാണ്, ഒത്തിരി പേര് നിർബന്ധിച്ച കാര്യമൊക്കെയാണ്. അപ്പം എല്ലാം പറയാം. നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറില്ല, അത് വേറൊരു കാര്യമാണ്. അപ്പം എല്ലാം പറയാം. ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട്, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പം ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളപ്പോൾ ചെറിയൊരു പർച്ചേസിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ഓണം സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഓണമെന്നുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് തോന്നണില്ല. ഇതാ ആൻസോട്ടിൻ്റെ ഓണക്കോടിയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു കൊടുത്താണ് ആൻസിന്. അപ്പോൾ ഇതിന്ന് ഇടണം, ഉത്രാടത്തിൻ്റെ അന്ന് ഇത് ഇടണം എന്ന് ഒരേ ഒരു നിർബന്ധം. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പോയതിന് കാരണം, കഴിഞ്ഞതിന് മുമ്പിലത്തെ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ എല്ലാവരും അറിഞ്ഞതാണ്. നമ്മൾ സാധാരണ ഓണപ്പൂ ഒക്കെ ഇവിടുന്ന് കാട്ടുപൂച്ചെടികളൊക്കെ പറിച്ചൊക്കെയാണ് ഇടുന്നത്. സാധാരണ മഞ്ഞ കളറിലെ കമ്മൽപ്പൂവൊക്കെ പറിച്ചൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൈക്കിട്ട് എന്തോ പിടിച്ച് കടിച്ചു. പക്ഷേ കരിന്തൊലി പുറമേ ഉള്ള തൊലിയെ പൊട്ടിയോളൂ, ഉള്ളിലേക്ക് പോയില്ല. പക്ഷേ അത് പൊട്ടിയിട്ട് പോലും ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ 2 പല്ല് ഇങ്ങനെ പിടിച്ച് കടിച്ചു. അതോടുകൂടി കാട്ടിൽ കൂടിയും പളകളിൽ കൂടിയൊക്കെ നടന്നാണ് പൂ പറക്കലുകളൊക്കെ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങി. നേരത്തെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിപ്പോടുമായിരുന്നു, പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും കടയിൽ നിന്നൊക്കെ വാങ്ങി പൂ ഇടാനായിട്ട്. ഈ തവണ നമ്മൾ ആദ്യം തന്നെ വാങ്ങിയത് പൂ തന്നെയാണ് കേട്ടോ. പൂവിനൊക്കെ ഇപ്പം എന്താ വില, അത് പോരാ, ഒരു കടയിലും അരളിപ്പൂ കിട്ടാനില്ല കേട്ടോ. പണ്ടൊക്കെ അരളിപ്പൂ എന്ന് പറയുമ്പോൾ ഓണപ്പൂക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നോണ്ടിരുന്ന, പക്ഷേ ഇപ്പോൾ അരളിപ്പൂ കാണാനില്ല. നീ ഓർക്കണ്ട, അരളിപ്പൂവാ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അരളിപ്പൂ കാണാനില്ല. പകരം നമ്മൾ 4 തരം പൂക്കൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ നമുക്ക് കുറച്ച് തുമ്പയും മുക്കുറ്റിയൊക്കെ ഇവിടെ നിന്ന് പറിച്ചെടുക്കാം. പിന്നെ ഇല ഇടാനായിട്ട് പച്ച കളറ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഭഗവാൻ കതിരുണ്ടല്ലോ, അതും പറിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിങ്ങിൽ നമ്മൾ വാങ്ങിയത് 3 ഐറ്റം പൂവാണ് കേട്ടോ. നോക്കട്ടെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വില കൂടിയ പൂവ് ഇതാണ്. ഭയങ്കര വില, കിലോ 500 രൂപയാണ് ഇതിൻ്റെ വില. നമ്മളിത് 50 രൂപയ്ക്ക് വാങ്ങി, അതായത് 100 ഗ്രാം. വെള്ള കളറുള്ള ഇതെന്ത് പൂവാടാ മോനെ? എൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ഇടണം. എനിക്ക് എൻ്റെ പേര് ഇതാ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പിച്ചിപ്പൂവോ? പിച്ചിയല്ലേ? പിച്ചിപ്പൂവ്. പിന്നെ ഇത് കേട്ടോ, ഇത് വീട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടായിരുന്നതാണ്. വാടാമുല്ല. നല്ല കളറല്ലേ ഇത്? എൻ്റെ ഉടുപ്പിൻ്റെ കളറാണ് കേട്ടോ. എൻ്റെ ഉടുപ്പ് റൂബി പിങ്ക് അല്ലടാ. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും വിലയുള്ള പൂക്കൾ നിലവിൽ. പിന്നെ നമ്മൾ വാങ്ങിയത് ജമന്തിയാണ്. 2 കളറ് ജമന്തി, ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ അതെടുക്ക. ഈ സൈഡിൽ നോക്കടാ. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്നാണ് പൂവിടുന്നത്, ഓണത്തിൻ്റെ അന്ന് രാവിലെ അല്ല പൂടുന്നത്. ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ, യെല്ലോയും ഓറഞ്ചും. അപ്പോൾ ഈ 4 ഐറ്റം പൂവ വാങ്ങിയത്. പിന്നെ നമുക്ക് നടുക്ക് വയ്ക്കാൻ നിലവിൽ പൂവൊന്നും ഇല്ല. ഇത്രയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ അത് കർഷക ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് ഓണമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ് കേട്ടോ, മാക്രോണി. ഇത് ഈ മാക്രോയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഈ സംഭവം വാങ്ങിച്ചു, വെറുതെ തിന്നാൻ വാങ്ങിയില്ല. പപ്പടം ഇവിടെ 2 പാക്കറ്റ് വെറുതെ ഇരിപ്പുണ്ട്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഇതുകൂടി വാങ്ങി. ഓണായാലൊരു പപ്പടം ഇല്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളൊരു ചിന്ത. പിന്നെ പുളി, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇച്ചിരി പുളി എടുക്കേണ്ട വന്നാലോ എന്ന് വിചാരിച്ച് വാങ്ങുന്നതാണ്. പിന്നെ വാങ്ങിയതെന്ന് വെച്ചാൽ വൻപയറാണ് കേട്ടോ. വൻപയറിട്ട് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വരും. ഓലൻ എന്നൊക്കെ പറഞ്ഞുള്ള കറികളൊക്കെ വൻപയർ വേണ്ടി വരും. പിന്നെ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു. എന്തൊക്കെ? സേമിയ മിക്സ്, ബ്രാഹ്മണും അതുപോലെ ഈസ്റ്റേണും 2 എണ്ണം വാങ്ങിയേ.
അപ്പോൾ ഇന്ന് നമ്മൾ പാല് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ നേരെ പോയിട്ട് പായസം ഉണ്ടാക്കാൻ പോവുക. പിന്നെ അതെന്താണ് അവിടെ നിന്ന് ഇത്ര വാങ്ങുള്ളൂ. പിന്നെ ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതെന്താണ് ഇത് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങൾ വാങ്ങി. ശർക്കര വരട്ടിയൊക്കെ എവിടത്തെയാണെന്നറിയാമോ? നമ്മുടെ ബ്രദേഴ്സിലാണ് കേട്ടോ. ബ്രദേഴ്സിലെ ശർക്കര വരട്ടിയും ബ്രദേഴ്സിലെ തന്നെ ചിപ്സുമാണ് വാങ്ങിയത്. പിന്നെ ഒരു പാക്കറ്റ് ഗീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി, ഒരു ചില്ലുകുപ്പിയാണ് കേട്ടോ, 275 രൂപ. അതിനിപ്പോൾ അത് കാണിക്കാത്ത കുഴപ്പമുള്ളൂ. മില്ലിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ തൈര് വാങ്ങിയിട്ടുണ്ട്, പാല് വാങ്ങിയിട്ടുണ്ട്. തൈര് ആൻസിന് ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കറി വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ബീട്രൂട്ടൊക്കെ ഇട്ട്. ഏടാ ബീട്രൂട്ട് ഇട്ടൊരു ചുവന്ന കറി നിനക്ക് വലിയ ഇഷ്ടമല്ലേ തൈരിട്ട്? അതെ അതെ അല്ല, ബീട്രൂട്ട് ഇട്ടൊരു കറി. അതിൻ്റെ പേരറിയില്ല. പച്ചടിയാണോ? ആ പച്ചടി കിച്ചടി അതാണ്. അത് ആൻസിന് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയത്. തേങ്ങയൊക്കെ അടിച്ച് ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിന് നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് മിക്സി ഇല്ലായിരുന്നത് കൊണ്ട് ഞാനിതൊന്നും ഉണ്ടാക്കിയില്ല. ഒരു സാമ്പാറും ഉണ്ടാക്കി, ഒരു അവിയലും ഉണ്ടാക്കി. ബീട്രൂട്ട് വാങ്ങിയില്ല. പിന്നെ അവൾ പച്ചക്കറി വാങ്ങിയത്. അപ്പോൾ ആ സാധനങ്ങൾ എടുത്തോണ്ട് പോവാ. പിന്നെ അവൾ ഇച്ചിരി പച്ചമ്മയും വാങ്ങിച്ചിട്ട് അത് ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒന്നൊരു കറിക്കൊന്നും ഇല്ലെന്നേ. ഒരു കാര്യം വാങ്ങാൻ മറന്നും പോയി, പഞ്ചസാര. ഒരു കാര്യം ചെയ്യാം, പച്ചക്കറി എടുത്ത് വെക്കട്ടെ. അത് ബീട്രൂട്ട് ഈ ഒരു കുഞ്ഞില്ലാത്ത എടുക്കൂലടാ ആൻസ. വേറെ പാത്രം എടുത്തോണ്ട് വാടാ. അതിൽ ചീഞ്ഞ ഇതല്ലേ അത്. ബാക്കി എല്ലാത്തിനും കൂടെ ആ അണുക്കൾ കയറി പിടിക്കും. അതൊന്ന് തേച്ച് കഴുകുക. വാ എടുത്ത് വെക്കടാ. പിന്നെ വേറെന്നാടാ? ആ മുളകിപ്പോൾ എടുക്കണ്ട. പയറും കൊണ്ട് എടുത്ത് വെക്കും. ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങോട്ട് ഇഞ്ചി വാങ്ങാൻ മറന്നു അവിടെ. ബാക്കി ആ പച്ചക്കറി കിറ്റ് ഇങ്ങോട്ട് ഇടാം. ഒരു പച്ചക്കറി കിറ്റോടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇട അത് എന്നാന്നൊന്ന് നോക്കട്ടെ. അങ്ങോട്ട് പറക്കിയിട്ട അത് നാളെ തന്നെ എടുക്കാം. അത് ചീഞ്ഞു പോകും. വെള്ളരിക്ക ഒരെണ്ണം മൊത്തം വെച്ചോ. ഭയങ്കര അത്ഭുതമായി പോയിട്ടോ. വെള്ളരിക്ക ഇട്ട് വേണേൽ മോര് കറി ഉണ്ടാക്കാം. പിന്നെ മോര് കാച്ചാൽ മതിയോ? അപ്പോൾ അത് വെട്ടി നുറുക്കിയിട്ടേക്കണേ. മുരിങ്ങക്ക സാമ്പാർ അവിയലും ഉണ്ടാക്കാം. തക്കാളിയുടെ ഇതാ തണ്ട. ഇതാദ്യമായിട്ടാണോ കാണണേ? എന്നതാ ആ കളഞ്ഞത് വിഷം കുത്തി വെച്ചോണം ഇരിക്കണ. നോക്കി തക്കാളിയുടെ നോക്കി അതടയ്ക്ക. പിന്നെ ഒരു കൂട്ടാ എല്ലാത്തിലും വിഷമാണ്. പച്ചക്കറിക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 30 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. പച്ചക്കറി എടുത്ത് വെക്കടാ. എടുത്ത് വെച്ചാൽ അതവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വഴുതനങ്ങ, മത്തങ്ങ. ഒരു മത്തങ്ങ ഇവിടെ ചുമ്മാ ഇരിക്കുക. ഇത് പടവലങ്ങ. 100 രൂപയുടെ പച്ചക്കറിയാണ് കേട്ടോ. ഞാൻ ഓണത്തിന് ഇത്രയും വില കുറഞ്ഞ് പച്ചക്കറി വാങ്ങണമെന്ന് ആദ്യമായിട്ടാണ്.
പിന്നെ അതെല്ലാം അങ്ങോട്ട് സെപ്പറേറ്റും. പടവലങ്ങ കുറേ ഇട്ടിട്ടുണ്ടല്ലോ, ചീഞ്ഞു പോണ സാധനമായതുകൊണ്ട്. എല്ലാ പച്ചക്കറിയും പെട്ടെന്ന് കേടാവും. ഇതേ പടവലങ്ങ, ഇതെന്തുവാടാ പടവലങ്ങയെ കൊണ്ട് അവർ 100 രൂപ തികച്ചോടാ. തോരൻ വയ്ക്കാമല്ലോ, തേങ്ങയൊക്കെ ചിരകി. പയറ്, മീൻകറി വെക്കണം, പായസം ഉണ്ടാക്കണം. പായസത്തിന് വേണ്ടി ഞാൻ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നെ. ഇട്ടിട്ട് അങ്ങോട്ട് വയ്ക്കുക. അല്ലല്ല, പൂ രാത്രിയിലാടായിരുന്നേ. ആ, പൂ രാത്രിയിലായിടണേ. ഇപ്പം പൂവിട്ട് കഴിഞ്ഞ് രാത്രി ആ പട്ടി വന്ന് കളയുമോന്നാ ഇപ്പം എൻ്റെ. രാത്രിയിൽ, ഇന്ന് രാത്രിയിലാ 7 മണിയൊക്കെ കഴിയുമ്പം ഞാൻ വയ്ക്കാത്തിരുന്നോളൂ. പൂ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിയിലാണ് പൂ ഇടുന്നത്. ഇങ്ങോട്ട് വെക്കടാ. ഇവനെന്നാ മൂല കൊണ്ട് വെച്ചാണ്, ഇങ്ങോട്ടൊന്നും വെക്കാതെ. ഇവിടെ എങ്ങോട്ടല്ലേ മുരിങ്ങയ്ക്ക. പച്ചക്കറിക്ക് തന്നെയാണ് വിലയൊക്കെ കുറവാട്ടോ. പിന്നെ ആളുകളൊന്നും പച്ചക്കറി അധികം വാങ്ങുന്നില്ല. വെണ്ടയ്ക്ക ഇങ്ങോട്ട് വെച്ചേരെ, സാമ്പാറിലിടാം. തീർന്നോടാ, വേഗം എടുക്ക. ഇവൻ എന്നെ എടുക്കുവോ? തീർന്നല്ല. ഒരു ക്യാരറ്റൊന്നും ഇട്ടില്ലേടാ. അതിപ്പറേ നിങ്ങളുടെ വാങ്ങാറുന്ന് അല്ലേടാ ആൻസേ? പട്ടയം കവലയിൽ നിങ്ങളുടെ അല്ലേ? ഇപ്പം നിലവിൽ ഈ പടവലങ്ങയും വഴുതിനങ്ങയും വെണ്ടയ്ക്കയും കൊണ്ട് അവർ, അതെ അതെ, അവർ വഴുതിനങ്ങ, അതെ അതെ, അതെ അതെ. ആ, നമുക്ക് നോക്കാം. അതങ്ങ് വെച്ചേരെ പാക. അല്ല, അത് കൊള്ളൂലായിരിക്കും, കളഞ്ഞേരെ. പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചോണ്ടെന്ന്, അതിപ്പം കറിക്കൊന്നുമില്ല. ആ ബേസണില്ല, അതേ ബേസൺ, പഴയ ബേസൺ. കറിക്കൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും പൊട്ടിച്ച് മേത്ത് പറ്റിക്കരുത് കേട്ടോ. കമത്തി അങ്ങിട്ടെ, ഇങ്ങനെ കമത്തിക്കേ. മേത്ത് പറ്റിക്കരുത്, തെറിപ്പിക്കരുത് കേട്ടോ. ചെമ്പല്ലി ക്ലീൻ ആക്കിക്കൊണ്ടാ വന്നേ. അപ്പോൾ തല പറിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നല്ല അവന്മാരെ തലങ്ങൾ പറിക്കും, ഒന്നും കിട്ടത്തില്ല. മുട്ടയുണ്ട്, അല്ലെ അതെല്ലാം എടുത്ത് കളയും. തലയോടുകൂടി അതങ്ങ് വലിച്ചു വരും. നോക്കണ്ട, ഉണ്ടടാ. കൈ കഴിക്കടാ. അതൊക്കെ എടുക്കണ്ടേ? ആ, എടുക്കാം. പിന്നെ ഓറഞ്ച് സാധനമില്ലേ, എന്നതാ ആ ഓറഞ്ച് മുട്ട? ആ ആ. അപ്പം നമ്മുടെ ഓണം പർച്ചേസൊക്കെ ഇതിൽ തീർന്നു. പിന്നെ ഓണക്കോടി നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ആനസൂടൻ്റെ ഓണക്കോടി കണ്ടല്ലോ നമ്മൾ. മഹാറാണി, തൊടുപുഴ മഹാറാണി. കൈ കഴിക്കടോ. നമ്മൾ തൊടുപുഴ മഹാറാണി പോയി എടുത്തത്. അപ്പോൾ ആൻസൂട്ടിൻ്റെ ഓണക്കോടി ഈ പാൻറ്റ് ഒരു ഇതുവാണ്. ഞാൻ 2 സാരിയാണ് വാങ്ങിയത്. നിസ്സാര വില ആയുള്ളൂ കേട്ടോ. ഈ വിചിത്ര സിൽസിൻ്റെ സാരി ആയിരുന്നു. അതെല്ലാം അതിൻ്റെ ഉള്ളിലിരിക്കും. അതെല്ലാം ഇനി ചാടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഇത് കണ്ടോ, ഒറ്റ കളർ സാരിയാണ് കേട്ടോ. ഇനി ഇതിനെന്തെങ്കിലും ഡിസൈനുള്ള ബ്ലൗസും കൂടി ഇട്ടാൽ നല്ല ലുക്കാവും. കോളേജിലൊക്കെ കൊടുത്തുകൊണ്ട് പോകാമല്ലോ എന്നോർത്ത്. ഇതിൻ്റെ മുന്താണി ഇതുപോലെ കെട്ടുവരുന്ന ഒരു നീലയും അതുപോലെ തന്നെ ഒരു റെഡിഷ് കളറാണ് എടുത്തത്. റെഡ് അല്ല ഇത്, പക്ഷേ അത് വേറൊരു കളറാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തത്. വിചിത്ര സിൽക്സിൻ്റെ സാരി, വർക്കൊന്നും ഇല്ലാത്ത ഒറ്റ കളർ സാരി. ആ രണ്ടും എടുത്തുള്ളൂ. പിന്നെ അമ്മച്ചിക്ക് 2 നൈറ്റ് വാങ്ങിച്ചു. ആൻസിന് ഷർട്ടും പാൻറ്റും വാങ്ങിച്ചു. ആൻസിനാണ് ഇച്ചിരി റേറ്റൊക്കെ കൂടിയത് എടുത്തത് കേട്ടോ. ഞാൻ എന്ത് വാങ്ങിയാലും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ആൻസിന് ഈ തവണത്തെ
ഓണം പോക്കറ്റ് മണി എത്തിയിട്ടുണ്ടായിരുന്നു. ആൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരമ്മ ആൻസിന് സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തൊരമ്മയുണ്ട്. ആ അമ്മ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പേര് പറയുന്നില്ലാത്ത ആ അമ്മ ആൻസിന് വേണ്ടിയിട്ട് 2000 രൂപ ആൻസിന് എന്തായാലും മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോളാം പറഞ്ഞ് ആൻസിനൊരു പോക്കറ്റ് മണിയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസിന് വാങ്ങിച്ചു കൊടുക്കാം അല്ലടാ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇത്ര നാൾ കൊണ്ടൊക്കെ നടന്നത്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കണം, പായസം വെക്കണം. പായസം ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ എനിക്ക് പായസം കുടിക്കാൻ സത്യമായിട്ട് കൊതിയായി. അതുകൊണ്ട് ഞാൻ 2 പായസം മിക്സ് വാങ്ങിച്ചിട്ട് വന്നേ. നാളെ ഇപ്പോൾ ഓണമാണ്, പള്ളിയിൽ പോകാനുണ്ട്. ഞാനൊരു സെറ്റ് മുണ്ടൊക്കെ വാങ്ങി പണ്ടെടുത്ത് വെച്ചേക്കണം. എല്ലാവരും അത് കണ്ടിട്ടും ഉള്ളതാണ്. അതങ്ങ് അടയ്ക്കാവോ ഡാൻസ്? ഇത് സാരി അങ്ങ് എടുത്ത് കുത്തിക്കറ്റി വെച്ചിട്ട് മുകളിലേക്ക്. സത്യം പറയും, സാരി വെക്കാനൊന്നും സ്ഥലമില്ലാണ്ടായി. വാങ്ങി സാരി കുറേയായി. പിന്നെ ഡെയിലി ഉടുത്തോണ്ട് പോകണോണ്ട് നമുക്ക് വേണം, അത് വേറൊരു കാര്യം. പിന്നെ വിശേഷം എന്ന് പറയാൻ എനിക്ക് പനിയാണ് കേട്ടോ. ഞാനതാണ് ഒരു ഉഷാറില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. പനിയാണ് എനിക്ക്, ജലദോഷം നല്ല രീതിയിൽ, മൂക്കടപ്പ് കുറേ നാളായി തുടങ്ങിയിട്ട് ഇതിങ്ങനെ മാറണില്ല. എനിക്ക് പിന്നെ പുതിയൊരു അസുഖം കൂടി വന്നിട്ടുണ്ട്, ഡസ്റ്റ് അലർജി. എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഞാൻ 2 സെറ്റ് മുണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇതൊരെണ്ണം, പിന്നെ അതൊരെണ്ണം, ഇതൊരെണ്ണം. അപ്പോൾ ഇത് കോളേജിൽ ഓണം ഫംഗ്ഷൻ എടുത്തോണ്ട് പോകാമെന്നൊക്കെ ഓർത്തോണ്ട് ഇരുന്നതാണ്. അത് കൊടുക്കാൻ പറ്റില്ല. നാളെ എന്നാൽ പള്ളിയിൽ വെറൈറ്റി ആയിട്ട് പള്ളിയിൽ പോയാലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ എനിക്ക് നാളെ ഈ ഞായറാഴ്ച ഓണം ആയതുകൊണ്ടേ ബസ്സൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ബസ് കയറാതെ പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ജോക്കല്ല ചോക്ക്. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് ശരിയാവില്ല. അവിടെ ഇപ്പോൾ ചോക്കോടിയോ കഴിഞ്ഞ ദിവസം അതൊന്ന് തുടച്ചാലേ. ഒന്ന് തുടയ്ക്കേ. തോർത്ത് കിടക്കണം. അതെ, കോളേജിലാണെങ്കിൽ ഓണം ഫംഗ്ഷൻ എന്നായിരുന്നു പറഞ്ഞടാ? വെള്ളിയാഴ്ച ആയിരുന്നു, ഇന്നലെ ആയിരുന്നേ. അപ്പോൾ പോയില്ല. അതെ പോകാൻ പറ്റിയില്ല. ഇവനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് വിടണമായിരുന്നു. ഇവനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ല, ഇവന് വേറെ ആരും ഇല്ലാത്തല്ലേ. ഇവൻ്റെ കാര്യങ്ങളൊക്കെ കൂടി നോക്കട്ടെ. അതുകൊണ്ട് ഇവനെ ഇന്നലെ അങ്ങ് ഹാപ്പി ആക്കി വിട്ടു. ഒരു മുണ്ടുടുക്കൽ അപാരത പണ്ടൊക്കെ വീഡിയോ പിടിച്ച് തന്നെ എന്നും എന്താണെന്നൊക്കെ ഓർത്തു. കുറേ നാൾ കൂടി എനിക്ക് എന്നും വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ. അതും ഒരു കാര്യമൊക്കെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇച്ചിരി പഴംപോളി വാങ്ങിച്ചിട്ടുണ്ടോ, അതിപ്പോൾ കഴിക്കാൻ പോവുക. വിശന്നിട്ടൊരു രക്ഷയില്ല. ചോറ് വെച്ചാൽ കറിയൊന്നും ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ മീൻകറി വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. പിന്നെ നാളെ വൈകുന്നേരം നമുക്ക് ഉത്രാടപ്പം, ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഉത്രാടത്തിൻ്റെ നമ്മൾ പൂവിടുന്നതോടുകൂടി തുടങ്ങുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഹാപ്പി ഓണം എല്ലാവരും. ഇപ്പോൾ ഉത്രാട ദിനാശംസ. അപ്പോൾ ഉത്രാട പാച്ചിൽ വീഡിയോ എന്ന് എടുത്തിട്ട് വലിയ പാച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടുന്ന് രാവിലെ സ്റ്റാൻഡ് വരെ ഒരു പാച്ചിലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തു. അപ്പോൾ മഴയത്തൊരു പാച്ചിലായിരുന്നു. പിന്നെ മഴ കഴിഞ്ഞ് നമ്മൾ അവിടെ സ്റ്റോപ്പിൽ പോയിരുന്ന ബസ് കയറി നമ്മൾ തൊടുപുഴ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ പോയി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടന്ന് ഞങ്ങൾ നടന്ന് പോയി ഉടുപ്പി ഹോട്ടലിൽ പോയിട്ടൊരു മസാല ദോശ, ഞാനും അവനും ഓരോ മസാല ദോശ വടയും കഴിച്ച്. ചായ ഒന്നും ഇല്ലായിരുന്നു, ചൂടുവെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞു. അതും കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മൾ എവിടെ എത്തി? തൊടുപുഴ പാർക്കിൻ്റെ അവിടെ എത്തി. നമ്മളവിടെ ATMൽ കയറി ഇച്ചിരി പൈസ എടുത്ത് നമ്മൾ നേരെ പോയത് പൂ വാങ്ങാൻ. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മുടെ ഈ പൂക്കളൊക്കെ വാങ്ങിച്ചത്. പൂക്കൾ വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ എങ്ങോട്ടായിരുന്നു? അല്ലല്ല, നമ്മൾ നടന്ന് പോയിട്ട് നമ്മൾ ഉടുപ്പി മസാല ദോശയും കഴിച്ച് നമ്മൾ നടന്ന് വന്ന് നേരെ കർഷക ഓപ്പൺ മാർക്കറ്റിൽ കയറിയിട്ടാണ് നമ്മൾ പായസം മിക്സ് എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ATMൽ കയറി പിന്നെ പൂ വാങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ മങ്ങാട്ടുകവളയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പാലൊക്കെ വാങ്ങിച്ചോട്ട് പോരാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇവൻ അന്നേരം ബ്രദേഴ്സിൽ തന്നെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ മങ്ങാട്ടുകവലയിൽ നിന്ന് അടുത്തൊരു ഓട്ടോയും വിളിച്ച് നമ്മൾ പച്ചക്കറി വാങ്ങിച്ച് മീനും വാങ്ങിച്ച് ബ്രദേഴ്സിൽ വന്ന് പാലും വാങ്ങി
നമ്മൾ നേരെ എങ്ങും പോരുമായത്. പിന്നെ നമ്മൾ വേറെ എങ്ങും നിർത്താനൊന്നും അപ്പം വെളിച്ചെണ്ണ തേങ്ങ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോകും. ഇത്രയേ ഉള്ളൂ നമ്മൾ ഉത്രാടപ്പാച്ചിൽ. പിന്നെ ഓണക്കോടി എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മഹാറാണിന്ന് അത് കിരറ്റുപേട്ട ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ പേട്ട പോയിട്ട് അരുവിത്ര പള്ളിയിലൊക്കെ കയറി ഒരു ദിവസം നമ്മൾ അന്ന് ജലിക്കാണെങ്കിൽ തീരെ വയ്യ, ജലദോഷവും പനിയും കൂടെ ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ മഹാറാണി കയറി. അപ്പോൾ അവിടെ കടയിൽ വിൽക്കാൻ നിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് വന്ന് മിണ്ടുമൊക്കെ ചെയ്തു. അതുപോലെ ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ മുതലിയാർ മഠത്തുള്ള ഒരു സബ്സ്ക്രൈബറെ കണ്ടു. ഷൈജി എന്നായിരുന്നു പേരിട്ടോ. ഉടുമ്പന്നൂര് വീടിപ്പം മുതലിയാർ മഠത്ത് താമസിക്കുന്നത്, തൊടുപുഴ. അങ്ങനെ അതിനെ കണ്ടു, അതും ഒരുപാട് സന്തോഷം. അപ്പം വെളിയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരെ കാണാറുണ്ട്. പിന്നെ 1-2 കുട്ടികൾ എന്നോട് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. മങ്ങാട്ടുകവല കഴിഞ്ഞ ദിവസം വെച്ച് പിള്ളേർ വന്ന് മിണ്ടി, ചേച്ചി വീഡിയോ ഇൻസ്റ്റയിലും ഒക്കെ റീലിടുന്നതല്ലേ, യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേരെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ടോ, സ്വന്തം വണ്ടിയൊക്കെ ഉണ്ട്, അതിലൊക്കെ പാഞ്ഞങ്ങ് പോയാൽ ആര് കാണാനല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉത്രാടപ്പാച്ചിലും ഓണത്തിൻ്റെ തുടക്കവും. അപ്പോൾ 2K24 ഓണാഘോഷ പരിപാടിക്ക് ഞാനും മനസ്സുകൊണ്ട് നിങ്ങളുടെ ഇവിടെ തിരി തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, തിരി തെളിയിച്ചിരിക്കുകയാണ്. അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല, നല്ല നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ അതിനിമ്പമുള്ളതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വഴിയേ പറയാം. പലരും എന്നോട് സജസ്റ്റ് ചെയ്ത കാര്യമാണ്, ഒത്തിരി പേര് നിർബന്ധിച്ച കാര്യമൊക്കെയാണ്. അപ്പം എല്ലാം പറയാം. നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറില്ല, അത് വേറൊരു കാര്യമാണ്. അപ്പം എല്ലാം പറയാം. ഇപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട്, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർക്കും വീഡിയോ കാണാത്തവർക്കും വീഡിയോ ആദ്യമായി കാണുന്നവർക്കും ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് പ്രാർത്ഥന ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്തൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്ക് ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.